ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടീച്ചറമ്മ സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കനി നമ്മുടെ ടീച്ചറമ്മയുടെ അടുത്തേക്ക് ലാൻഡ് ചെയ്തിരിക്കുക കേട്ടോ. ആദ്യം തന്നെ കാണാൻ പോണത് നമ്മുടെ മാഷിനെയാണ്, കൃഷ്ണമാഷിനെയാണ്. മാഷിനെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് പോണത്. കനി വരാൻ ഒരു പ്രത്യേക കാരണമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ പിന്നീട് പറയാം. എന്തായാലും കനി വരുന്നുണ്ട്. വന്നിട്ട് നേരെ ടീച്ചറമ്മയുടെ അടുത്തേക്കാണ് രണ്ടാമത് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കനിനെ കാണുമ്പോഴേക്കും ടീച്ചർക്ക് ഭയങ്കര സന്തോഷമാവാണ്. ടീച്ചർ അപ്പോൾ തന്നെ കനിനെ കെട്ടിപ്പിടിച്ച്, എൻ്റെ കരിക്കുട്ടി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നോ, എന്നാലും പെട്ടെന്നാണ് വീഴുന്നത്, പടേന്ന് പറഞ്ഞിട്ടാണ് ബോംബ് വീഴുന്ന പോലെയാണ് കനിക്കുട്ടി വീഴുന്നത്. മേരിക്കുട്ടി കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ ഉള്ളത് കനിയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും വരുന്നതെന്ന്. അല്ല, നീ എന്താ ഇത്ര താമസിച്ചാണോ എത്തിയത്? അല്ല, ഞാൻ വരുന്ന വഴിയെ നമ്മുടെ പുന്നാര മാഷിനെ പോയി കണ്ട് വരുന്ന വഴിയാ. ഓഹോ, അപ്പോൾ നിനക്കിപ്പോൾ എന്നെയല്ല മാഷിനെ മതിയല്ലേ? അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം മാഷും അതുപോലെ ടീച്ചർ അമ്മയൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ വീണ ചോദിക്കണ്ട്, അതെന്താടി മാഷും ടീച്ചറും അമ്മയും ഒരുപോലെ? അതൊക്കെ ഉണ്ടെന്നേ. അല്ല, വിശന്നിട്ട് വയ്യ, ടീച്ചറിന്റെ സ്പെഷ്യൽ ഐറ്റം എടുത്തേ വല്യമ്മേ, എടുക്ക് എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ടീച്ചർ നമ്മുടെ കനിക്ക് വേണ്ടി ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആകാശത്ത് നോക്കി നിൽക്കായിരിക്കും കേട്ടോ. അപ്പോൾ വീണയുടെ അടുത്തേക്ക് കനി വരുന്നുണ്ട്. കനി വീണയെ നോക്കുമ്പോൾ തന്നെ വീണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കനീനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്താടി, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും, ഒന്നുമില്ല, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് സിറ്റിങ്ങിനെ വിളിച്ചിരിക്കുകയാണേ കോടതിയിൽ നിന്ന്. അതെ, 10-ാം തീയതി പോകണം എന്ന് പറയാണ്. എന്താ 10-ാം തീയതി ആകുമ്പോഴേക്കും നിനക്ക് ടെൻഷനുണ്ടോ? സന്തോഷിനെ വിട്ട് പിരിയുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? അത് പിന്നെ കനി, ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്നോട് ദേഷ്യമാകും. അതുകൊണ്ട് എനിക്ക് ആർത്തും ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല. നീ എന്നോട് പറ, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ. എനിക്ക് നിന്നോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നീയും അത് അമ്മയടുത്ത് പറയുമെന്ന് എനിക്ക് പേടിയാ. ഇല്ല, ഞാനായിട്ട് ഒരിക്കലും പറയില്ല. നീ എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നോട് പറ എന്ന് പറയാണ്. അങ്ങനെ കനീൻ്റെ അടുത്താണെങ്കിൽ വീണ പറയാണ്, സന്തോഷേട്ടന് ഇപ്പം നല്ല മാറ്റമുണ്ട്. സന്തോഷേട്ടൻ പക്ഷേ എൻ്റെ നല്ലതിന് വേണ്ടി ഒഴിഞ്ഞു മാറി തരുവാണ്. ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതൊക്കെ സന്തോഷേട്ടനല്ലേ. അതുകൊണ്ട് സന്തോഷേട്ടനെ പിരിഞ്ഞ് പോകുന്ന സമയമായപ്പോഴേക്കും എന്തോ പറ്റുന്നില്ല കനി, മനസ്സിൽ വല്ലാത്ത വിഷമം പോലെ. പക്ഷേ എങ്ങാനും സന്തോഷേട്ടൻ്റെ പേര് പറഞ്ഞാൽ അപ്പം അമ്മക്ക് ദേഷ്യം വരും. അതിന് ടീച്ചറിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. അത് ശരിയാണ്, എന്നാലും എനിക്ക് സന്തോഷിനെ വേണ്ട വീണേ, നീ സന്തോഷിൻ്റെ കാര്യം വിട്ട് കളഞ്ഞേക്ക്. അവനെ വന്നത് മാനസിക അസുഖമാണ്, സംശയരോഗം. മാനസിക അസുഖം പിന്നെയും കുഴപ്പമില്ല, ചികിത്സിച്ച് മാറ്റാമെന്ന് വിചാരിക്കാം. പക്ഷെ സംശയരോഗം ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. അത് നിനക്കറിയാലോ, ആ പോറ്റുമാമൻ ഒരിതൊക്കെ പറഞ്ഞിട്ടാണ്. ആയിക്കോട്ടെ, ആര് പറഞ്ഞിട്ടാണെങ്കിലും മനസ്സ് മാറുന്ന ഒരാളാണോ ഈ സന്തോഷ് ആ സമയത്ത് നിന്നെക്കുറിച്ചും ജോണേട്ടനെ കുറിച്ചും എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വേണ്ട, ഞാൻ നിന്റെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും കൂട്ടു നിൽക്കാം. പക്ഷേ ഈ കാര്യം വേണ്ട വീണെ, നമുക്ക് ആ ബന്ധം വേണ്ട എന്ന് കനി പറയണം. വീണ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, നീ വന്നതിൻ്റെ ഉദ്ദേശം ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, നാളെ നമുക്ക് പിള്ളേർ സെറ്റിനെ കാണാൻ പോകണം. എന്നിട്ട് ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ നിന്റെ പ്ലാനിങ്? എന്നോട് പറ. അതെ, അതൊരു ചെറിയ സസ്പെൻസാ, നിനക്ക് കൂടി ഒരു സസ്പെൻസ് ഇരിക്കട്ടെ. എനിക്കിങ്ങനെ സസ്പെൻസ് ഒന്നും തരല്ലേ, അല്ലെങ്കിൽ തന്നെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നീ ഇങ്ങനെ സസ്പെൻസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എനിക്കാകെ പഴ ടെൻഷനാകും. ഒരു കാര്യം മാത്രം നീ വിചാരിച്ചാൽ മതി വീണേ. ഞാൻ ഇവിടെ നിന്ന് പോണ മുമ്പ് നിന്റെ അമ്മ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. നീ സ്പെഷ്യൽ സമ്മാനം എന്ന് ഉദ്ദേശിച്ചത് മാഷിനെയാണോ? പിന്നെ വേറെ ആരെയാണ്? ഈ സമയത്ത് നിന്റെ അമ്മക്ക് കൂട്ടായിട്ട് വേണ്ടത് മാഷ് തന്നെയാണ്. അതെന്തോ രാധേച്ചിക്കും അതുപോലെ തന്നെ മഹേഷ് ഏട്ടനും മനസ്സിലാവാത്തത് എന്താണെന്ന് എനിക്കും മനസ്സിലാവാത്തത്. മഹേഷ് ഏട്ടനും രാധേച്ചിക്കും ടീച്ചറിൻ്റെ പഴയ കാലത്തെ കഥകൾ എല്ലാം തന്നെ അറിയാം. ടീച്ചർ ഇതുവരെ ഒരു സന്തോഷമോ ഒരു സമാധാനമോ ശരിക്കും അനുഭവിച്ചിട്ട് പോലില്ല. നിങ്ങൾ മക്കൾക്ക് 3 പേർക്ക് വേണ്ട ജീവിച്ചത്. ഭർത്താവ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ടീച്ചർക്ക് സമാധാനത്തോടെ ജീവിക്കേണ്ടേ വീണേ? വേണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാനും വല്യമാമനും കൂടിയിട്ട് സംസാരിക്കാൻ പോയത് രാധേച്ചിയെടുത്തും മഹേഷ് ഏട്ടനെടുത്തും. പക്ഷെ അത് അവർക്ക് കേൾക്കാൻ പോലും താല്പര്യമില്ല. മഹേഷ് ഏട്ടൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നല്ലോ ഇന്നലെ. അതിന് അമ്മ മാഷിനെയും കൂടി വിളിക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ മഹേഷ് ഏട്ടൻ പറഞ്ഞത് മഹേഷ് ഏട്ടന് താല്പര്യമില്ലെന്നാണ്.
ഉം, എല്ലാം എനിക്കറിയാം. വലിയ മാമൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ചൊവ്വ ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നണില്ല വീണേ. കുറച്ച് വളഞ്ഞ വഴി കൂടിയേ ഇത് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മുതിർന്നവരല്ല അതിനെ കൈയടത്തേണ്ടത്. പിള്ളേര് സെറ്റ് തന്നെയാണ്. പിള്ളേരോ? അതെ, ഞാൻ അതിനുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ സമാധാനായിട്ടിരിക്കെ. ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറിന്റെ ജീവിതം ഒരു കരക്കെത്തിക്കണം. പിന്നീട് എന്റെ നീ വിട്. എനിക്ക് നിന്റെ ജീവിതമാണ് കാണേണ്ടത്. എന്റെ കാര്യം നീ നീ അതൊന്നും പറയല്ലേ വീണേ. എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, കേട്ടല്ലോ. എന്ന് പറഞ്ഞിട്ട് കനി അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടീച്ചറെ വിളിക്കുകയാണ്. രണ്ടുപേരും കൂടി എന്താണ് കുറേ നേരമല്ലോ സംസാരം തുടങ്ങിയിട്ട്. ഞാൻ കുറേ നേരമായി കാണുന്നത്. പിന്നെ അവിടെ കയറി ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ട വെച്ചിട്ടാ ഒന്നും പറയാതിരുന്നത്. എന്താടി കനി, എന്താ ഒരു സംസാരം? ഒന്നുമില്ല, ഞാനിവിടുത്തെ ഒരേ സന്തോഷിന്റെ പുതിയ ഹിയറിങ്ങിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കോടതിയിൽ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കായിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു നിന്റെ വീണ മേഡം? എന്ത് പറയാൻ, അവളുടെ മനസ്സെന്താന്ന് അറിയില്ലേ? അറിയാം, പക്ഷേ അത് നടക്കില്ല കനി. അത് ശരിയാവില്ല. ഞാനും അവൾക്ക് അങ്ങനെ തന്നെയാ പറഞ്ഞത്. പക്ഷെ അവൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. നമുക്കത് പറയാൻ പറ്റും, പക്ഷെ അവളല്ലേ മനസ്സിൽ കൊണ്ടു നടക്കണത്. അവൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. എന്തായാലും വിശന്നിട്ട് പോയാ, ഇനി ഭക്ഷണം കഴിച്ചിട്ട് നാളെ രാവിലെ സംസാരിക്കാം എന്ന് കനി പറയണം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണേനെയും ടീച്ചറെയും കെട്ടിപ്പിടിച്ച് കനി കിടന്നുറങ്ങാണ്. രാവിലെ തന്നെ നമ്മുടെ പിള്ളേരെ കാണാൻ വേണ്ടി കനി പോകുന്നുണ്ട് കേട്ടോ. പിള്ളേരടുത്ത് പറയുന്നുണ്ട്, അതെ, നിങ്ങളെ കൊണ്ട് എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. പ്ലാനോ? എന്ത് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ നേരത്തെ തന്നെ എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നീ ആ ലെറ്റർ എഴുതിയോ? എഴുതി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അത് വേറൊന്നല്ല, നമ്മുടെ മാഷ് എഴുതിയ പോലത്തെ ഒരു ലെറ്ററാണ് ടീച്ചർക്ക് കൊടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ അത് എഴുതിയത് പിള്ളേർ സെറ്റാണ് കേട്ടോ. പക്ഷെ അത് ടീച്ചർ വിചാരിക്കണ മാഷ് എഴുതിയതാണെന്ന്. അതിനെ വേണ്ടിയിട്ടാണ് അവർ ആ ലെറ്റർ എഴുതിയേക്കുന്നത്. ഒരു പ്രണയലേഖനം. അതായത് മാഷിനും ടീച്ചർക്കും പരസ്പരം ആ ഒരു പ്രണയം ആദ്യം അവർ തുറന്നു പറയട്ടെ, എന്നിട്ട് അവരുടെ വിവാഹം നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇതിൽ രണ്ടുപേർക്കും പരസ്പരം ഉള്ളിനുള്ളിൽ എവിടെയൊക്കെ ഒരു ഇഷ്ടമുണ്ട്. എന്നാലും മാഷിന് 100% ഉണ്ട്, ടീച്ചർക്ക് ഉണ്ടോ ഇല്ലയോ എന്നും കൂടി അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ ടെക്നിക്ക് അവർ പ്രയോഗിക്കുന്നത്. അങ്ങനെ ഒരു ലവ് ലെറ്റർ പോലത്തെ ഒരു ലെറ്റർ പിള്ളേർ സെറ്റ് തന്നെ ഉണ്ടാക്കി എഴുതിയെടുക്കാണ്. അപ്പൊ കനി പറഞ്ഞിട്ട് സൂപ്പർ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് മാഷിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് ഒത്തുപോകുന്ന ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. അതുകൊണ്ട് ടീച്ചർ പിടിക്കാൻ ചാൻസ് ഒന്നുമില്ല. എന്തായാലും നമുക്കിത് കൈയോടെ കൊടുക്കാം. എന്നിട്ട് രണ്ടുപേരും പരസ്പരം ആദ്യം കത്തിലൂടൊന്ന് സംസാരിക്കട്ടെ. അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നല്ലോ, കത്തായിരുന്നല്ലോ മെയിൻ. ഇപ്പോഴല്ലേ ഫോണും കാര്യങ്ങളും ചീറ്റിങ് തേപ്പ് കാര്യങ്ങളൊക്കെ വന്നത്. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു, പ്യുവർ ആയിട്ടുള്ള ലവ് ആയിരുന്നല്ലോ. അതുകൊണ്ട് കത്തിലൂടെ തന്നെ എല്ലാം തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത്, ലവ് ലെറ്റർ അവർ പരസ്പരം അത് മാഷ് എഴുതിയതെന്ന രീതിയിൽ ടീച്ചർക്കും, ടീച്ചർ എഴുതിയ രീതിയിൽ മാഷിനും ഒരു ലെറ്റർ കൊടുക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കനി അവിടെ വന്നേക്കുന്നത് തന്നെ ടീച്ചറിനെ മാഷിനും ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ വീക്കെൻഡ് പ്രൊമോയിൽ അത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ചെറിയൊരു വീക്കെൻഡ് പ്രൊമോ ആയിരുന്നു. ഫുൾ പ്രൊമോയും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതായത് നമ്മൾ 40 സെക്കൻഡിന്റെ പ്രൊമോ വന്നിട്ടില്ല. വെറും ഒരു 15 സെക്കൻഡ് പ്രൊമോ മാത്രമേ വന്നിട്ടുള്ളൂ. അത് കൂടുതലൊന്നും കാണിച്ചൊന്നുമില്ല. എല്ലാവരുടെ മുഖം സൂമയും സൂം ഔട്ട് ചെയ്യും, സൂമയും സൂം ഔട്ട് ചെയ്യും, അത്രയും തന്നെയുള്ളൂ. എന്തായാലും ഫുൾ പ്രൊമോ വരുമ്പോഴേക്കും അതിന്റെ റിവ്യൂ കൂടി ഇടുന്നതായിരിക്കും. അപ്പൊ ടീച്ചറമ്മ എന്നുള്ള ഈ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സീരിയലിന്റെ തുടർന്ന് ഉള്ള റിവ്യൂ ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.